നടനും കേന്ദ്ര സഹമന്ത്രിയുമായ സുരേഷ് ഗോപിയുടെ പുതിയ ചിത്രം ഒറ്റക്കൊമ്പന്റെ ചിത്രീകരണം തിരുവനന്തപുരത്ത് തുടങ്ങി. അഭിനയവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടയിൽ ബിജെപി കേന്ദ്ര നേതൃത്വത്തിന്റെ അനുമതിയോടെയാണ് സുരേഷ് ഗോപി വീണ്ടും അഭിനയിക്കുന്നത്. തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിലാണ് ചിത്രീകരണം. ബിനിൽ ലീല സ്ഥാപിച്ചിരുന്നുണ്ട്. ബിനിൽ, ഷൂട്ടിംഗ് പുരോഗമിക്കുന്നു അല്ലേ? സേതു, തീർച്ചയായിട്ടും മലയാളികൾ ഏറെ കാത്തിരുന്ന ഒരു ചിത്രം കൂടിയാണ് ഒറ്റക്കൊമ്പൻ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി അതിൻ്റെ ഫസ്റ്റ് പോസ്റ്ററും ചില പ്രൊമോ വീഡിയോകളും ഒക്കെ പുറത്തു വന്നിരുന്നു. അന്ന് മുതൽ ഈ സുരേഷ് ഗോപിയുടെ ആരാധകർ ഏറെ കാത്തിരുന്ന ചിത്രമാണ്. പക്ഷേ അദ്ദേഹം കേന്ദ്രമന്ത്രി ആയതോടുകൂടി അഭിനയിക്കാനുള്ള സാധ്യത മങ്ങുകയായിരുന്നു. അതിന് നേതൃത്വം അനുവദിച്ചിരുന്നില്ല. പക്ഷേ പിന്നീട് കുറേ കാലത്തെ സംസാരങ്ങൾക്കൊടുവിലാണ് ഡൽഹിയിൽ പോയി അദ്ദേഹം മോദി അടക്കം അമിത്ഷാ അടക്കം നേരിട്ട് കണ്ട് ഇക്കാര്യത്തിൽ അനുമതിയൊക്കെ ചോദിച്ചിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹത്തിന് അഭിനയിക്കാനുള്ള അവസരം അല്ലെങ്കിൽ അഭിനയിക്കാനുള്ള അനുമതി ലഭിച്ചത്. അദ്ദേഹം അറിയിച്ചത് ഏകദേശം 5ലധികം ചിത്രങ്ങൾക്ക് ഈ മന്ത്രിയാകുന്നതിന് മുമ്പേ തന്നെ അതിന് തീരുമാനിച്ചിട്ടുള്ളതാണ്, അല്ലെങ്കിൽ അത്തരത്തിൽ കരാറുള്ളതാണ്. അതുകൊണ്ട് അഭിനയിക്കാൻ അനുമതി നൽകണമെന്നൊരു ആവശ്യം സുരേഷ് ഗോപി കേന്ദ്ര നേതൃത്വത്തിന് മുന്നിൽ വെച്ചിരുന്നു. അതിപ്പോഴാണ് അംഗീകരിച്ചതിന് ശേഷമാണ് ഇപ്പോൾ ഈ ഒറ്റക്കൊമ്പൻ എന്ന സിനിമയുടെ ചിത്രീകരണം തുടങ്ങിയിരിക്കുന്നത്. സുരേഷ് ഗോപി ഒരു മാസ് കഥാപാത്രമായി എത്തുന്ന സിനിമ കൂടിയാണ്. പ്രത്യേകിച്ച് നമുക്ക് ഒറ്റക്കൊമ്പൻ അറിയാം, അത് ഒരു യഥാർത്ഥ ജീവിതമാണ്. കടുവാക്കുന്നേൽ കുറുവച്ചൻ എന്ന ഒരാളുടെ, കോട്ടയം പാലായിൽ ഒരാളുടെ ജീവിതത്തെ ആസ്പദമാക്കി എടുക്കുന്ന ചിത്രമാണ്. നേരത്തെ കടുവ എന്ന പേരിൽ ആ സിനിമ വന്നിരുന്നു. പക്ഷേ അത് നിയമപരമായി അത് വലിയ പ്രശ്നങ്ങളിലേക്ക് പോവുകയും തുടർന്ന് അതിൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് കുര്യച്ചൻ എന്നാക്കി മാറ്റുകയും ചെയ്തതാണ്. ആ കഥയാണ്, അല്ലെങ്കിൽ ആ കഥാപരിസ്ഥിതിയിൽ നിന്നാണ് ഈ ഒറ്റക്കൊമ്പൻ എന്ന സിനിമ ഉണ്ടാകുന്നത്. അത് ആദ്യം അതിൻ്റെ പ്രൊമോ അടക്കം വരുമ്പോൾ വലിയ പ്രേക്ഷക പ്രീതി അല്ലെങ്കിൽ പ്രേക്ഷക സ്വീകാര്യത ആ കഥാപാത്രത്തിന് ലഭിച്ചിരിക്കുന്നു. ഇപ്പോൾ ഏറെ ഒരു ഇടവേളയ്ക്ക് ശേഷം സുരേഷ് ഗോപി എത്തുമ്പോൾ ഒരുപക്ഷെ ആദ്യം പുറത്തിറക്കുന്ന ചിത്രം ഒരുപക്ഷെ ഇതായിരിക്കാം. അങ്ങനെയെങ്കിൽ അത് വലിയ ഒരു വരവേൽപ്പ് കൂടി ആയിരിക്കുമെന്നാണ് സുരേഷ് ഗോപിയുടെ ആരാധകർ എന്തായാലും പറയുന്നത്. എന്തായാലും ഈ സിനിമയുടെ ചിത്രീകരണം പൂജപ്പുര സെൻട്രൽ ജയിലിലാണ് തുടങ്ങിയിട്ടുള്ളത്. പ്രധാനപ്പെട്ട ലൊക്കേഷൻ കോട്ടയവും പാലായുമാണ്. അത് വരും ദിവസങ്ങളിലും വരും മണിക്കൂറുകളും ഒക്കെ ആയിരിക്കും, അല്ലെങ്കിൽ വരും ദിവസങ്ങളിലൊക്കെ ആയിരിക്കും അതിന് ചിത്രീകരണമൊക്കെ ആ ജില്ലയിൽ നടക്കുക, കോട്ടയത്തും പാലയിലും ഒക്കെ നടക്കുക. ഇപ്പോൾ എന്തായാലും ഈ സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രംഗമാണ് ഇവിടെ പൂജപ്പുര സെൻട്രൽ ജയിൽ ചിത്രീകരണം തുടങ്ങുന്നത്. വരുന്ന 2 ദിവസങ്ങൾ കൂടി ഇവിടെ ഈ ചിത്രീകരണം തുടരുമെന്നാണ് നമുക്ക് അണിയറ പ്രവർത്തനം അറിയാൻ കഴിയുന്നത്. നവകഥ സംവിധായകനാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഷിബിൻ ഫ്രാൻസ് എന്നയാളുടേതാണ് തിരക്കഥ. അത്തരത്തിൽ ഏറെ പ്രേക്ഷക പ്രീതിയുള്ള നിരവധി മറ്റ് അഭിനേതാക്കളും ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ടെങ്കിലും ഈ ചിത്രീകരണം വീണ്ടും തുടങ്ങിയിരിക്കുന്നു. 2 ദിവസം കൂടി അത് ഇവിടെ ഉണ്ടാകും. പിന്നീടായിരിക്കും കോട്ടയത്തേക്ക് ചിത്രീകരണം മാറുക. സേതു. ശരി ബിനിൽ.